18 വർഷം മുന്നേ വളരെ രാജകീയമായി ചെയ്തൊരു വീടിൻ്റെ പുതിയ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 4 ബെഡ്റൂമുകൾ അടങ്ങിയ ഈ വീട്ടിൽ അടാറൊരു കിച്ചണും വലിയൊരു മോഡുലർ കിച്ചണും കോമൺ ഏരിയയിട്ടുള്ള ഹാളുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടുതൽ ഇൻറ്റീരിയർ വിശേഷങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും അൽദാർ ഇൻറ്റീരിയർസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം പുറത്തത്തെ കാഴ്ചകളൊന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഭാഗത്ത് നമുക്ക് 15 അടി വീതിയിൽ വലിയൊരു ഗേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് ഗേറ്റ് ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ട് ചെയ്തതാണ്. എക്സ്റ്റീരിയറിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല. നല്ലൊരു വിശാലമായ ഒരു കാർ പോർച്ച്, ഒറ്റ തൂണിലുള്ള ഒരു കാർ പോർച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഒറ്റ ഫില്ലറിൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരേ സമയത്ത് 3 കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, അത്ര സൈസിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. അത് സിംഗിൾ തൂണിലാണ്. അത് തന്നെ നമുക്കിവിടെ ഭയങ്കര സ്പേസസ് ആയിട്ട് അനുഭവപ്പെടാൻ ആ ഒരു ഒറ്റ തൂണിൻ്റെ ഡിസൈന് നമുക്ക് സഹായകരമാകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോകൾ നമുക്ക് കണ്ടു കളയാം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള മയ്യന്താനിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയറിന് കാര്യമായിട്ടൊന്നും ചെയ്യാതെ വിശാലമായൊരു മുറ്റം, താന്തൂർ സ്റ്റോണുകളും അരികു ഭാഗത്ത് അത്യാവശ്യം ചെറിയൊരു പച്ചപ്പും എല്ലാം ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് നമ്മളിതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ളത്. മെയിൻ എൻട്രി കയറി വന്നു കഴിഞ്ഞാൽ അതിവിശാലമായ ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ഈ വീട്ടിൽ ഉള്ളത്. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ലിവിങ് സ്പേസ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തോട്ടായിട്ട് ഒരു സ്റ്റഡി ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാളിലായിട്ടൊരു കീ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സുന്ദരമായിക്കൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു സീലിംഗ് ഡിസൈൻ പാറ്റേൺ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. വുഡൻ തീമിലുള്ള ഒരു പോർഷനും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് വളരെ സുന്ദരമായി തന്നെ നമ്മളിതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ നല്ലൊരു അട്രാക്ഷനാണ് ഈ വാഷ് യൂണിറ്റ് ഏരിയ. വളരെ സുന്ദരമായി തന്നെ നമ്മളിതിൻ്റെ ബാക്കിൽ ക്ലാഡിങ് ടൈലുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ യൂണിറ്റൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജോട് കൂടിയൊക്കെ സെറ്റ് ചെയ്തൊരു വാഷ് യൂണിറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. മുകളിലോട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഹാളിനെ ഡിവൈഡ് ചെയ്തതായിട്ട് കാണാം. ഇത് ഗ്ലാസ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ഒരു TV സ്റ്റാൻഡാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സോഫയും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. TVയും തന്നെ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വലിയൊരു TV ഇവിടെ ഇരുന്ന് കാണാൻ AC ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഹാളാക്കിയിട്ടാണ് നമ്മളിവിടെ ഗ്ലാസ് കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു വുഡൻ ബോർഡറിലൊക്കെ നമ്മൾ ടഫൻ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ട് 2 ഭാഗമാക്കി എടുത്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ നല്ലൊരു സ്റ്റഡി യൂണിറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കണം. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മുടെ UPVCയുടെ പാനൽ ഷീറ്റ് നല്ലൊരു ലക്ഷറി ഫീല് വരുത്താൻ നമുക്കതിന് സഹായകമായിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലുള്ള ഈ ഒരു പോർഷൻ നമ്മൾ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ തൂക്കിയിട്ട് താഴെ ഭാഗത്ത് ഡൈനിങ് ടേബിളിലോട്ട് നല്ലൊരു വ്യൂ ആണ് നമുക്ക് താഴെ നിന്ന് സമ്മാനിക്കാനാവുക. ഈ ഹാൻഡ് റെയിലുകളൊക്കെ 18 വർഷം മുന്നേ ചെയ്ത വർക്കാണ്. അതിനൊന്നും നല്ല തേക്കിൻ്റെ ഡിസൈൻ ആയതിനാൽ തന്നെ അതിനൊക്കെ നമ്മൾ അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് ആണ് മറ്റു ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇൻറ്റീരിയറിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഒരേ പാറ്റേൺസിലുള്ള 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബെഡ്റൂമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. കിങ് സൈസിലുള്ളൊരു ബെഡും നമ്മൾ ബെഡിനോടനുബന്ധിച്ച് അപ്പുറം 2 സ്റ്റോറേജ് ബോക്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ട് തന്നെ നമ്മൾ ആ ഒരു യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് നമ്മൾ കുഷ്യൻ കൊണ്ടാണ്. ഈ ഒരു ബാക്ക് ഭാഗം നമ്മൾ ഈ കാണുന്നത് സ്റ്റോൺ ടൈപ്പിലുള്ള മൈക്കയാണ്. അത് മൾട്ടിവുഡിൽ പാനൽ ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് മൈക്ക നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. മിഡിലായിട്ട് നമ്മൾ റോമൻ ടൈപ്പ് കർട്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലെ സീലിങ്ങിൻ്റെ ഡിസൈനും തന്നെ നമ്മൾ ഈ ബെഡിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും തന്നെ ഈ റൂമിൻ്റെ ഭംഗിക്ക് വളരെ നല്ല രീതിയിൽ സഹായകമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിലുള്ളൊരു സ്റ്റോറേജ് അലമാരയാണ് ഇവിടെ ഉള്ളത്.
ഇത് നമ്മൾ സ്ലൈഡിങ് ഡോറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് അലമാരയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഭാഗത്തായിട്ട് നല്ലൊരു ഡ്രസ്സിങ് യൂണിറ്റിനോടനുബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ റൂമിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ വിശാലമായൊരു കിച്ചൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. വളരെ ലക്ഷറി ആയിട്ട് ചെയ്ത ഒരു കിച്ചണാണ് നമ്മൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ കിച്ചൻ്റെ കാഴ്ചകളിലോട്ട് നമുക്ക് പോയി കളയാം. വളരെ സുന്ദരമായിക്കൊണ്ട് ഇൻറ്റീരിയർ ചെയ്തൊരു മോഡുലാർ കിച്ചണാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ വർക്കിംഗ് സമയത്തുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള പരിപൂർണ്ണ വ്യൂവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം. മെയിൻ എൻട്രി കിച്ചണിലുള്ള മെയിൻ ഡോറാണിത്. അത് നമ്മൾ ഗ്ലാസ് പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഓവൺ വെക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു കൺസീൽഡ് ആയിക്കൊണ്ട് നമ്മളൊരു ഫ്രിഡ്ജിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ ഷെൽഫായിരുന്നു. അത് നമ്മളൊരു ഗ്ലാസ് ഡോർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഉൾഭാഗത്ത് കാണുന്ന രീതിയിൽ ഒരു സെറ്റപ്പാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റും ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് റണ്ണിങ് പ്രൊഫൈൽ ലൈറ്റും പോകുന്നുണ്ട്. അതുപോലെ ഈ കൗണ്ടറിൻ്റെ താഴെയായിട്ടും നമുക്കൊരു റണ്ണിങ് പ്രൊഫൈൽ ലൈറ്റ് ഓടിച്ചിട്ടുണ്ട്. അത് നമ്മളെ ഈ കൗണ്ടറിൻ്റെ അട്രാക്ഷൻ ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ അതൊരു കാരണമാക്കുന്നുണ്ട്. പൂർണ്ണമായും മൾട്ടിവുഡിൽ ചെയ്ത് അക്രലിക് ഫിനിഷിൽ ചെയ്ത ഒരു കിച്ചണാണിത്. ഒരു ഭാഗത്ത് നമ്മളൊരു വുഡൻ പാനലിൻ്റെ ഒരു ഡിസൈൻ കയറ്റിയിട്ടുണ്ട്. അല്ലാത്ത ഭാഗങ്ങൾ കംപ്ലീറ്റ് നമ്മൾ അക്രലിക് ഫിനിഷാണ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് ടൈലിൻ്റെ കൗണ്ടർ ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. 15 mm. ബാക്കി എല്ലാം ഒറ്റ കളറിലാണ് നമ്മൾ ഈ കിച്ചണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാൻഡം ബോക്സ് യൂണിറ്റുകൾ ഇവിടെ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുക. അത് ഈ ഡ്രോ ഐറ്റം രീതിയിലാവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഇവിടെ നമുക്കൊരു വിൻഡോസ് വരുന്നുണ്ട്. 4 കള്ളിയിലുള്ളൊരു വിൻഡോസാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വലിയൊരു യൂണിറ്റ് അടുപ്പും ചിമ്മിനിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഹുഡ് ആൻഡ് ഹോബ് 90 സെൻറ്റിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശാലമായിട്ട് നമുക്ക് കുക്കിങ്ങും അതേപോലെ പുക വലിച്ചെടുക്കാനുള്ള മെഷീനൊക്കെ തന്നെ അത്യാവശ്യം നല്ല സൈസ് ആയതിനാൽ തന്നെ അതിൻ്റെ വർക്കിങ്ങൊക്കെ നല്ല സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഈ കിച്ചൻ്റെ ഒരു ആംബിയൻസ് നിലനിർത്താൻ നമുക്കത് വളരെ നല്ല രീതിയിൽ സഹായകരമാവുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു ഫുള്ളൗട്ട് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു വിക്കർ ബാസ്ക്കറ്റ് യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 യൂണിറ്റാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതിനെ ഓപ്പൺ ആക്കിയിട്ട് ഇടാത്ത രീതിയിൽ ഒരു ഗ്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം കാണുന്ന രീതിയിലും എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ആ ഗ്ലാസ്സിൽ ഒരു 5-6 ഹോളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു വൃത്തിയായി നിൽക്കുന്ന രീതിയിലാണ് നമ്മളതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു യൂണിറ്റ് സിങ്ക് ഉണ്ട്. സിങ്ക് ന്യൂ ടൈപ്പ് സിങ്കാണ്. പാത്രം കഴുകാനുള്ളതും മറ്റേ മീൽസ് കഴുകാനുള്ളത് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഗ്ലാസ് കഴുകാൻ അങ്ങനെയല്ല പുതിയ ഐറ്റം സിങ്ക് ആണ്. ഇപ്പോൾ അതിൻ്റെ ഡിമെറിറ്റുകളും മെറിറ്റുകളൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. അതിൻ്റെ ഫിറ്റിങ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിൻ്റെ ലീക്കേജിൻ്റെ പ്രശ്നങ്ങളാണ് പൊതുവെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നതെന്നാണ് കേൾക്കുന്നത്. എന്തായാലും അത്യാവശ്യം വാറണ്ടി ഗ്യാരണ്ടിയൊക്കെ ഉള്ളൊരു സാധനം വെച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ താഴെ നമുക്കൊരു ഡോർമ തന്നെ അറ്റാച്ച് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു വേസ്റ്റ് ബിന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളൗട്ട് വേറെ യൂണിറ്റ് പുള്ളൗട്ട് ഉണ്ട്. ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡിഷ് വാഷർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൺസീൽഡ് ആയിക്കൊണ്ടാണ് നമ്മൾ ഇതിനെ ചെയ്തിട്ടുള്ളത്. അത് നോർമൽ ഹൈറ്റിൽ നിന്ന് കുറച്ച് പൊന്തി നിൽക്കുന്നതിനാൽ തന്നെ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ചെറിയ ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. കൺസീൽഡ് ആയിട്ട് വരുന്ന ഹൈറ്റ് കുറഞ്ഞ
മെറ്റീരിയൽസ് കിട്ടാനുണ്ട്. നമ്മൾ വാങ്ങിയത് കുറച്ച് ബിഗ് സൈസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിൽ കൗണ്ടറിന് ഒരു 10 സെൻറ്റിമീറ്റർ പൊക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സൈസ് തന്നെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത്. കൗണ്ടറിൻ്റെ ഹൈറ്റിനുള്ളിൽ ഒതുക്കുമ്പോൾ നമുക്ക് സൈസ് കുറഞ്ഞു വരും. പാത്രങ്ങളുടെ ക്വാണ്ടിറ്റി ഒക്കെ കുറയുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ബിഗ് സൈസ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പ്യൂരിഫയർ ഉണ്ട്, വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. മുകളിലത്തെ ഈ അപ്പർ യൂണിറ്റ് സിങ്കിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു GTPT ഫിറ്റിങ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിയാൽ ഡയറക്റ്റ് ഇതിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഈസി ആക്സസ് ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് കൗണ്ടറിലുള്ള വിശേഷങ്ങൾ. പിന്നെ കിച്ചണിൻ്റെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാൾ പാനലിംഗ് ആണ്. പാനലിംഗ് നമ്മൾ വുഡൻ ഷെയ്ഡുള്ള UPVCയുടെ വാൾ പാനൽ ഷീറ്റുകളാണ് ഈ ചെയ്തിട്ടുള്ളത്. ഇവിടെ മേജറായിട്ട് വരുന്ന ഒരു സ്റ്റോർ റൂം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് കൺസീൽഡ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒറ്റയടിക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ സ്റ്റോർ റൂമിൻ്റെ ഡോർ അടക്കം കൺസീൽഡ് ആയിക്കൊണ്ടാണ് നമ്മൾ ഈ വാൾ പാനൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ കിച്ചണിൻ്റെ ടോട്ടൽ ഭംഗിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ളൊരു വർക്കാണ് അതവിടെ വന്നിട്ടുള്ളത്. അതിനോട് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അത് ചുമരിൽ നിന്ന് ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, ഒരു 3 പേർക്ക് ഈസി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൗകര്യത്തിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിനോട് ചാരിയിട്ട് തന്നെ ചെറിയൊരു ഷോ പീസ് ഏരിയ വെക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ടോട്ടലി ഒരു മൊത്തത്തിലുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും ഒത്തിണക്കിയ ഒരു അഡാറ് കിച്ചൺ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സീലിങ്ങുകളൊക്കെ പ്ലെയിൻ ആയിട്ടാണെങ്കിൽ കൂടി പ്രൊഫൈൽ യൂണിറ്റും ഡൂം ലൈറ്റുകളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ലക്ഷറി ആയിട്ട് തന്നെയാണ് നമ്മളിതിൻ്റെ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ. വീടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീണ്ടും നല്ല അടിപൊളി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ, താങ്ക് യു.